ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 2 വാക്യം 1. ഹേരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ബേത്ലഹേമിൽ പശുത്തൊട്ടിയിൽ അഥവാ ഒരു കാലിത്തൊഴുത്തിൽ പിറന്ന ശേഷം സംഭവിച്ച കാര്യമാണ്. വിദ്വാൻമാർ അവർക്ക് ദൈവം നൽകിയ ജ്ഞാനത്താൽ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനത്തിൻ്റെ സമയമെല്ലാം കണക്കാക്കി ഒരു നക്ഷത്രം ഉദിച്ചതും കണ്ട് യേശു ജനിച്ചു എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവർ ബേത്ലഹേമിലേക്ക് യാത്രയാവുകയാണ്. നേരെ പോയത് യെരുശലേമിലാണ്. യെരുശലേമിൽ ചെന്ന് അവിടെ രാജാവായ യേശുവിനെ രാജധാനിയിൽ അഥവാ കൊട്ടാരത്തിൽ അന്വേഷിക്കുകയാണ്. ആ സമയം അവിടെ രാജാവായിരുന്ന ഹേരോദ ഈ വിദ്വാൻമാരുടെ അന്വേഷണം കണ്ട് ഞെട്ടിപ്പോവാനിടയായി. ഇവിടെ ഞാനല്ലാതെ ഒരു രാജാവ് ജനിച്ചിരിക്കുന്നെന്നോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ രാജാവിനെ കൊല്ലുവാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് വിദ്വാൻമാരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ പോയി ആ ശിശുവിനെ കണ്ട് നമസ്കരിച്ച് മടങ്ങി വരണം. അതിനുശേഷം എനിക്കും പോകണം ആ കുഞ്ഞിനെ നമസ്കരിക്കുവാനെന്ന് പറഞ്ഞവരെ പറഞ്ഞു വിടുകയാണ്. എന്നാൽ മാർഗമധ്യേ ദൈവം ഈ വിദ്വാൻമാർക്ക് അരുളപ്പാട് കൊടുത്തതനുസരിച്ച് അവർ ഹേരോദാവ് പറഞ്ഞതനുസരിക്കാതെ മറ്റൊരു വഴിയായി സ്വദേശത്തേക്ക് പോയെന്ന് മത്തായി 2:12 നാം കാണുന്നു. ഇവിടെ വിദ്വാൻമാർക്ക് യേശുവിൻ്റെ ജനനം സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളൊന്നും തെറ്റിയില്ല. യേശു ജനിക്കുമെന്നും എവിടെ ജനിക്കുമെന്നും എപ്പോൾ ജനിക്കുമെന്നും എല്ലാം അവർ ഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ കൃത്യമായ സ്ഥലം യേശു രാജാവാകയാൽ കൊട്ടാരത്തിൽ ജനിക്കുമെന്നാണ് വിദ്വാൻമാർ കരുതിയത്. എന്നാൽ യേശു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ്. ഇവിടെ വിദ്വാൻമാർക്ക് തെറ്റുപറ്റുകയാണ്. അവർക്ക് വഴിതെറ്റുകയാണ്. വഴിതെറ്റി നേരെ പോകുന്നത് കൊട്ടാരത്തിലാണ്. എന്നാൽ ദൈവകൃപയാൽ അവർക്ക് പിന്നത്തേതിൽ യേശു
ജനിച്ച സ്ഥലം കാണുവാനും യേശുവിനെ കാണുവാനും യേശുവിന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെക്കുവാനുമൊക്കെ സാധിച്ചു. അതിനുശേഷം മറ്റൊരു വഴിയായി അവരുടെ സ്വദേശത്തേക്ക് പോകുവാനും ദൈവം സഹായിച്ചു. അവർക്ക് ആദ്യം വഴിതെറ്റിയെങ്കിലും ദൈവകൃപ അവരെ മറ്റൊരു വഴിയായി സ്വദേശത്തേക്ക് പോകുന്നതിന് ഇടയാക്കി. അവർക്ക് അപകടമുണ്ടായില്ല എന്ന് മാത്രമല്ല, അവർ നിമിത്തം ആ സമയത്ത് യേശു എന്ന പൈതലിനും അപകടം സംഭവിച്ചില്ല. വഴിതെറ്റിപ്പോയ വിദ്വാൻമാർ. ഇവിടെ ഒരു വചനം പ്രസ്താവ്യമാണ്. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിൽ നാം കാണുന്നത് 17-ാം വാക്യത്തിൽ, ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി, തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. യാത്ര തുടങ്ങി വിദ്വാൻമാർ പൈതലിനെ തേടി. യാത്ര തുടങ്ങി വിദ്വാൻമാർ പൈതലിനെ തേടി. ആ ദിവ്യ താരകം വഴികാട്ടിയാൽ ആ മൂവർ നാഥനെ തേടി യാത്രയാൽ. ആ ദിവ്യ താരകം വഴികാട്ടിയാൽ ആ മൂവർ നാഥനെ തേടി യാത്രയാൽ. യാത്ര തുടങ്ങി വിദ്വാൻമാർ പൈതലിനെ തേടി. യാത്ര തുടങ്ങി വിദ്വാൻമാർ പൈതലിനെ തേടി. കടന്നു ചെന്നു കൊട്ടാരങ്ങൾ തേടി നടന്നു. കാടും മേടും കടന്നു ചെന്നു കൊട്ടാരങ്ങൾ തേടി നടന്നു. കാറ്റും മഞ്ഞും സഹിച്ച മൂവർ കാലിത്തൊഴുത്തിൽ വന്നെത്തിടുന്നു. കാറ്റും മഞ്ഞും സഹിച്ച മൂവർ കാലിത്തൊഴുത്തിൽ വന്നെത്തിടുന്നു. യാത്ര തുടങ്ങി വിദ്വാൻമാർ പൈതലിനെ തേടി. യാത്ര തുടങ്ങി വിദ്വാൻമാർ പൈതലിനെ തേടി.